السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ശൂറ അംഗം, ജമാഅത്തെ ഇസ്ലാമി മുൻ കേരള അമീർ ആദരണീയനായ MA അബ്ദുൽ അസീസ് സാഹിബ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് മാസ്റ്റർ, ഏരിയ പ്രസിഡന്റ് മജീദ് സാഹിബ്, മറ്റ് ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സദസ്സ് ഉദ്ഘാടകൻ നമ്മുടെ മുമ്പിൽ ഉണർത്തിയതുപോലെ, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ലക്ഷ്യബോധവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമ്മയെല്ലാം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ആ സൃഷ്ടാവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ടും ആ സൃഷ്ടാവിനെ അനുസരിച്ചുകൊണ്ടും ആ സൃഷ്ടാവിൻ്റെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടും ജീവിക്കാനാണ്. ജീവിതം തന്നത് റബ്ബാണെങ്കിൽ ആ ജീവിതം നമ്മൾ റബ്ബിന് നൽകുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം തന്നെ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനിതാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എൻ്റെ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. ഞങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ടും ഞങ്ങൾ ജീവിക്കും. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതും പ്രയാസമുള്ളതുമായ ഒരു കാര്യമാണ്. പ്രയാസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറാനും വഴിതെറ്റിപ്പോകാനും ഒക്കെ ധാരാളം സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ആ ആഗ്രഹങ്ങളെ തന്നെ അത്യാഗ്രഹങ്ങളായി മാറ്റാൻ മാത്രമുള്ള ദേഹേച്ഛയുടെ ശക്തിയും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ അടിമയായി മാറുന്നതിന് പകരമായി അള്ളാഹുവിൻ്റെ അടിമയായി നിങ്ങൾ മാറണം എന്നതാണ് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതിൻ്റെ അർത്ഥം. കേവലമായിട്ടുള്ള ആരാധനയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മനുഷ്യൻ അള്ളാഹുവിന് നിർവഹിക്കേണ്ടതായ ഇബാദത്ത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളും റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റിക്കൊണ്ട് സമ്പൂർണമായ ഒരടിമയായി, ഒരു ദാസനായി അള്ളാഹുവിന് നാം സമർപ്പിക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും ബി അന്ന ലഹുമുൽ ജന്ന.
നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന കരാറിൽ അള്ളാഹു നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും വാങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മളൊരു നിമിഷം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മോട് പറയുന്നത് നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹു വാങ്ങിയിരിക്കുന്നു, അതിന് പകരമായിക്കൊണ്ട് നിങ്ങൾക്ക് ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം തരുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം നിയന്ത്രിക്കുമ്പോൾ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ത്യാഗം എന്ന് പറയുന്ന ഒരു സംഗതി. അതാണ് ഖുർആൻ പറയുന്നത്, വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും നിലകൊള്ളുന്നവർ എന്നത് സത്യവിശ്വാസികളുടെ പ്രത്യേകമായ ഒരടയാളമായി ഖുർആൻ വിശദീകരിക്കുകയാണ്. എന്താണ് സഹിക്കേണ്ടത്? നമ്മൾ സഹിക്കേണ്ടത് നമ്മുടെ ഈമാനിന് വിഘാതമായിക്കൊണ്ട് കാണുന്നത് എന്താണോ, നമ്മുടെ ഈമാനിനും തഖ്വക്കും തടസ്സമായിക്കൊണ്ട് നിൽക്കുന്നത് എന്താണോ, നാം വിശ്വസിക്കുന്ന ഇസ്ലാമികമായിട്ടുള്ള ജീവിത രീതിക്ക് തടസ്സമായിക്കൊണ്ട് നിൽക്കുന്ന സംഗതികൾ എന്താണോ, അതെല്ലാം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ദാസനായിക്കൊണ്ട് ഒരടിമയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തഖ്വയോടുകൂടി ജീവിക്കുക, ഇഖ്ലാസോടുകൂടി ജീവിക്കുക, ഈമാനോടുകൂടി ജീവിക്കുക, ഇഹ്സാനോടുകൂടി ജീവിക്കുക. നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അടിമത്വമല്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ അടിമത്വം മാറ്റിക്കൊണ്ട് എനിക്കിവിടെ ജീവിക്കാമെന്ന ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹിൻ്റെ അടിമയല്ല, അള്ളാഹു അല്ലാത്തവരുടെ അടിമയായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക എന്നത് ഒരു പള്ളി സംരക്ഷിക്കുന്നവരുടെ ഗുണമായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വലം യഖ്ശ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഭവനം സംരക്ഷിക്കുന്നവർ ആരാണ്? അവരുടെ ഗുണം എന്താണ്? അവർ മൻ യുഅ്മിനു ബില്ലാഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിരി, വരാനിരിക്കുന്ന പരലോക ജീവിതത്തെ, പരലോക വിചാരണയെ അതിനെ സംബന്ധിച്ച് ബോധമുള്ളവരും അതിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരുമായിരിക്കും. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ശക്തിയെയും മറ്റൊരു വ്യക്തിയെയും അവർ ഭയപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ സഹനവും ത്യാഗവും സത്യവിശ്വാസികൾക്ക് ആവശ്യമാണ്. ഒരു ഭാഗത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സ്, ആ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിവും ശക്തിയും ഒക്കെയുള്ള ഒരു ശരീരം, അങ്ങനെ ഒരു ശരീരവും ഒരു മനസ്സും റബ്ബ് നമുക്ക് തന്നുകൊണ്ട് എല്ലാ വിഭവങ്ങളും നിറച്ചു വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ലോകത്തെയാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് തീരുമാനിക്കാം, ഇവിടെയുള്ള എല്ലാം ആസ്വദിച്ചുകൊണ്ട്, ഇവിടെയുള്ള എല്ലാ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ഞാനാണ് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതല്ല, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളതായ ഈ സൗകര്യങ്ങളും എനിക്ക് നൽകിയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളും എൻ്റെ വെള്ളവും എനിക്ക് വായുവും ഈ ഭൂമിയും ഈ സൗകര്യങ്ങളും ഈ ബുദ്ധിയും ഈ കഴിവും ആരോഗ്യവും ഒക്കെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതായതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനക്കനുസരിച്ച് മാത്രമേ ഞാൻ അവ വിനിയോഗിക്കുകയുള്ളൂ, ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, അതിനെ ഞാൻ പ്രവർത്തിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ കണ്ണിന് നിയന്ത്രണമുണ്ടാകും, കാതിന് നമുക്ക് നിയന്ത്രണം വരുത്തേണ്ടി വരും, നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും, നമ്മുടെ കൈകാലുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും, നമ്മുടെ ചിന്തയെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. എല്ലാറ്റിനെയും അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിച്ച്
സമാധാനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തീർക്കാൻ വേണ്ടി നിലകൊള്ളുന്ന നല്ല ഒരു വ്യക്തിത്വമായി മാറാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിലേക്ക് വിളിച്ചിട്ടുള്ള പ്രവാചകനാണ്, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി അള്ളാഹുവിൻ്റെ അടിമയായിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദൂതനായിരുന്നു. അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് ഈ ലോകത്ത് നിർവഹിച്ച മഹാപ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശത്തിൻ്റെ മഹത്വങ്ങൾ മുൻ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. മനുഷ്യരെയെല്ലാം ഒന്നായി കാണാൻ കഴിയുക, മനുഷ്യരെയെല്ലാം സഹോദരന്മാരായി കാണാൻ കഴിയുക, മനുഷ്യരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും നീക്കുന്നിടത്ത് അവിടെ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ വർഗവ്യത്യാസമോ ദേശവ്യത്യാസമോ ഭാഷാ വ്യത്യാസമോ ഉണ്ടാവാതെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വേദനകളും അവരുടെ ദുഃഖങ്ങളും അവരുടെ പട്ടിണിയും മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത്, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യത്വമായിരിക്കണം, മനുഷ്യരോടുള്ള സ്നേഹമായിരിക്കണം. അവിടെ നമ്മുടെ വികാരങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായിട്ടുള്ള വിചാരധാരയെയോ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ കൃത്യമായി കൊണ്ട് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്, മനുഷ്യർ എന്ന നിലക്കുള്ള സഹോദരന്മാരാണ്. എന്നെയും അവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ച തമ്പുരാനാണ്. അങ്ങനെ മനുഷ്യരോട് പെരുമാറാൻ നമുക്ക് കഴിയണം. മനുഷ്യരോട് മാത്രമല്ല, നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളോടുള്ള സമീപനവും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മാവിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു പഴം പക്ഷികൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ബാധ്യതയുണ്ട്. ചുറ്റും ജീവിക്കുന്ന ജീവജാലങ്ങളോട്, വളർത്തുമൃഗങ്ങളോട്, വളർത്താത്ത മൃഗങ്ങളോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്. സസ്യലതാദികളോട് ബാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന, മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം എന്ന ആദർശത്തിനുള്ളത്. ആ ഇസ്ലാമിനെയാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. ആ ഇസ്ലാമിൻ്റെ നന്മകളാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സെൻറ്ററിലൂടെ, ഈ കേന്ദ്രത്തിലൂടെ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാന്യനായ മുഹമ്മദ് മാസ്റ്റർ നമ്മളോട് പറയുകയുണ്ടായി. ദീർഘകാലമായി കൊണ്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളരെ ആലോചിച്ചു കൊണ്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ കഴിയും, ഇത് മനുഷ്യരെ സ്നേഹിക്കുന്ന, നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായിരിക്കുമെന്ന്. അതിനാൽ നമുക്കിതിനോട് സഹകരിക്കാം, നമുക്കിതിൽ പങ്കാളികളാകാം. തീർച്ചയായും ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുടെ പേരുകൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അവരുടെ മനസ്സിൽ ഈ നാട് നന്നാവണം, ഈ നാട്ടിലുള്ളവർ നന്നാവണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പട്ടിണി മാറ്റുന്നത് വളരെ നിർബന്ധമായിട്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ രോഗമുള്ളവരെ ചികിത്സിക്കുക എന്നതും അവരെ സഹായിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സാമ്പത്തികമായി ഞെരുക്കമുള്ള ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, വേദന അനുഭവിക്കുന്ന ആളുകൾ, അവരിനൊക്കെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണ്. ഈ ബാധ്യത അള്ളാഹുവിൻ്റെ പ്രീതി
പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ ഇത് നാളെ പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമായിക്കൊണ്ട്, സൽക്കർമ്മമായിക്കൊണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്തായിക്കൊണ്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഓരോ കർമ്മം എടുത്തു നോക്കിയാലും അതിനൊരു നിയ്യത്തുണ്ടായിരിക്കണം. ഓരോ കർമ്മം എടുത്തു നോക്കിയാലും അത് നടപ്പാക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. എന്താണ് നിയ്യത്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചതായിരിക്കണം ആ കർമ്മം, അള്ളാഹു കൽപ്പിച്ചതായിരിക്കണം ആ കർമ്മം. അതാണ് ഹലാലായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഹറാമായ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, മുൻകറാത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഹലാലായതും പടച്ചവൻ ഇഷ്ടപ്പെടുന്നതും പടപ്പുകൾ ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിക്കൊണ്ട് ഈ പ്രവർത്തനം മുഖേന എനിക്കെന്ത് കിട്ടണം എന്നുള്ള നമ്മുടെ തീരുമാനം, നമ്മുടെ നിയ്യത്ത്, എനിക്കിതിന് എൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം കിട്ടണം. വേറെ ലോകപ്രശസ്തിയോ ലോകമാന്യതയോ ഞാനൊരാളായിക്കൊണ്ട് വലിയൊരാളാണ്, ജനങ്ങൾ എന്നെ പ്രശംസിക്കണം എന്നുള്ള ആഗ്രഹമോ ആ പ്രവർത്തനത്തിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒന്ന് നിയ്യത്ത് നന്നാവുക. ആ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലതായ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ ഓരോ കർമ്മങ്ങളെയും നമ്മൾ നിർവഹിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം ഈ സെൻറ്ററിൻ്റെ. രണ്ടാമത്തെ ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ വയറ് മാത്രം നിറഞ്ഞാൽ മാത്രം പോരാ, അവൻ്റെ ഈ ശരീരം നന്നായാൽ മാത്രം പോരാ, അവൻ്റെ മനസ്സും നന്നാവണം, ഖൽബ് നന്നാവണം, ജീവിതം വിശുദ്ധമാകണം, നിയ്യത്ത് ശരിയാകണം. അഥവാ അള്ളാഹു സ്വീകരിക്കുന്നത് സൽക്കർമ്മങ്ങളാണ്. ഒരു കാര്യം സൽക്കർമ്മമാകുന്നത് ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് അള്ളാഹു അനുവദിച്ച കാര്യമാകണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടു കൂടി ചെയ്യണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആ കർമ്മങ്ങളുടെ ഒപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന, അവൻ്റെ ചിന്താഗതികളെ നന്നാക്കി തീർക്കുന്ന ആശയങ്ങൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഈ ആശയങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതായ ദീനിൻ്റെ ചിട്ടകളും ദീനിയായിക്കൊണ്ടുള്ള അറിവുകളും. ഖുർആനിലൂടെ നമുക്ക് ആ അറിവുകൾ ലഭിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ, അത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സത്യമാർഗത്തിൻ്റെ വെളിച്ചം എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിനാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക പ്രവർത്തനത്തിന് രണ്ട് മുഖമുണ്ട്. ഒന്ന് ഭൗതികമായ മുഖം. ആ ഭൗതികമായ മുഖത്തോടുകൂടി ഇസ്ലാമിക പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന് പരിഹാരമാകും, ജനങ്ങളുടെ രോഗം മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും, ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും, നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ടാകും, നല്ല രാഷ്ട്രീയ പ്രവർത്തനമുണ്ടാകും. അങ്ങനെ നന്മ നിറഞ്ഞ ഒരു ലോകം ഇസ്ലാമിൻ്റെ ലക്ഷ്യമാണ്. അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഇസ്ലാമിക പ്രവർത്തനമാണ്. ഇതാണ് ഭൗതികമായ നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും. ആ ലക്ഷ്യത്തിനും ആ പ്രവർത്തനത്തിനും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. രണ്ടാമത്തെ സംഗതി, പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക. ആ ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഈ ഉമ്മത്തോട് വസിയ്യത്ത് ചെയ്ത കാര്യങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണത്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബി. രണ്ട് കാര്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ ഒഴിവാക്കരുത്. അത് ഒന്ന് അള്ളാഹിൻ്റെ കിതാബാണ്, രണ്ടാമത്തത് റസൂലിൻ്റെ സുന്നത്താണ്. ഇത് സഹീഹായ ഹദീസുകളിൽ വന്ന കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്ന ഒരു പരിപാടിയല്ല നടപ്പാക്കുക. അള്ളാഹ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യ
മനുഷ്യനെ പ്രാപ്തമാക്കുന്ന പരിശീലനമാണ് ഇവിടെ നടത്തുക, അതിനുള്ള സഹായമാണ് നടത്തുക, അതിനുള്ള ഗൈഡൻസിൻ്റെ സെൻ്ററായിക്കൊണ്ടാണ് ഈ പ്രവർത്തനം. ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല, അല്ലെങ്കിൽ ഇവിടെ കക്ഷിത്വമില്ല, ഇവിടെ വംശീയതയില്ല, ഇവിടെ വിഭാഗീയതയില്ല. ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. പടച്ച തമ്പുരാൻ, സൃഷ്ടാവായ അള്ളാഹു ദൈവം തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടതെല്ലാം നൽകി, നമുക്ക് ആവശ്യമുള്ളത് തന്നു. മനോഹരമായ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നമുക്ക് നൽകി. അവൻ ഏറ്റവും നന്നായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. നമുക്ക് ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള കഴിവ് തന്നു, സംസാരിക്കാനുള്ള കഴിവ് തന്നു, കാണാനുള്ള കഴിവ് തന്നു, കാഴ്ചപ്പാടുകൾ നൽകി, പ്രവർത്തിയെടുക്കുവാനുള്ള കഴിവ് നൽകി. അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കഴിവ് നൽകിയ റബ്ബിനെ റബ്ബായിക്കൊണ്ട്, ഉടമസ്ഥനായിക്കൊണ്ട്, രക്ഷിതാവായിക്കൊണ്ട്, ഇലാഹായിക്കൊണ്ട് അംഗീകരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്ന് തീരുമാനിക്കാൻ പ്രാപ്തി നേടുന്ന വ്യക്തികളെ വളർത്തിയെടുക്കുന്ന ഒരു കേന്ദ്രമായിക്കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് അതിവിടെ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ നാട്ടിൽ വളർന്നു വരുമ്പോൾ ആ വ്യക്തികളിലൂടെ നന്മയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അവരുടെ ജീവിത ലക്ഷ്യം തന്നെ അതായിരിക്കും. ഈ ലോകത്ത് നിന്ന് കണ്ണടച്ച് അള്ളാഹുവിലേക്ക് പോകുമ്പോൾ അള്ള പറഞ്ഞതെന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് ജീവിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കണം നിങ്ങൾ മരിച്ചു പോകേണ്ടത്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് മരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ ഈ ആദർശത്തിൻ്റെ വക്താക്കളായി നമ്മൾ ജീവിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രഖ്യാപനം, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം, അതായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ആദർശം ഇസ്ലാമാണ്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയനുസരിച്ച് കൊണ്ടാണ്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ അടിമയായിക്കൊണ്ടാണ്. ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനുള്ള ഏത് കർമ്മവും അതിൻ്റെ പ്രതിഫലം എൻ്റെ റബ്ബ് തരും. അവൻ്റെ ഇഷ്ടത്തിന് ഞാനത് നിർവഹിച്ചാൽ ഈ നെയ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ, അതിനു വേണ്ടി സഹായകമായ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായി കൊണ്ടുകൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നമസ്കാരമുണ്ടാകും, അവിടെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടും, അവിടെ ഇർത്തിക്കാഫ് ഉണ്ടാകും, അവിടെ ഖുർആൻ പാരായണം ഉണ്ടാകും, ഖുർആൻ പഠിപ്പിക്കുന്നതുണ്ടാകും. അങ്ങനെ നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് പറ്റിയ അനുഗ്രഹീതമായ ഒരു പ്രദേശത്താണ് ഈ സെൻറ്റർ വന്നിട്ടുള്ളത്. ഈ സെൻറ്ററിനെ നിങ്ങൾ വളർത്തുക, സഹകരിക്കുക, പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ മക്കളെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക, അതിൻ്റെ പ്രാധാന്യം അവരോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള പ്രാപ്തി നൽകാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ സബർ, ഈ ക്ഷമ പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹിച്ച് ജീവിക്കാൻ, ക്ഷമിച്ച് ജീവിക്കാൻ, സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിച്ചവർ. വ അഖാമുസ്സലാത്ത, രണ്ടാമതാണ് പറയുന്നത് നമസ്കാരം നിലനിർത്തിയവർ. മൂന്നാമതാണ് പറയുന്നത് വ അൻഫഖൂ മിമ്മാ റസഖനാഹും, നാം നൽകിയതിൽ നിന്ന് ചെലവഴിച്ചവർ. നിങ്ങൾ ഓർത്തു നോക്കണം, ഒന്നാമത് പറഞ്ഞത് ക്ഷമയെ പറ്റിയാണ്, രണ്ടാമത് പറയുന്നത് നമസ്കാരം നിലനിർത്തുന്നതിനെ പറ്റിയാണ്, മൂന്നാമത് പറയുന്നത് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നാലാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്നറിയോ? വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നന്മ കൊണ്ട് തിന്മയെ അവർ തടുക്കും. നന്മ കൊണ്ട് തിന്മയെ തടുക്കും. നന്മയാണ് അവരുടെ ആയുധം, നന്മയാണ്, സത്യമാണ് അവരുടെ കയ്യിലുള്ളതായ പ്രതിരോധ ശക്തി. ആ നന്മ കൊണ്ടാണ് എന്തൊക്കെ തിന്മകളെ അവർ കണ്ടാലും ആ തിന്മയെ നന്മ കൊണ്ട് തടുക്കും എന്നതാണ് ഈ സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നത്. ഇതിനും നല്ല ഇടങ്ങറാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അപ്പുറത്ത് നിന്ന് ഒരുപാട് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എതിർപ്പുകളും കള്ളവാദങ്ങളും ദ്രോഹങ്ങളും മർദ്ദനങ്ങളും ഒക്കെ വരുമ്പോൾ എന്താണ് ഈ വസയിലുള്ള സഹോദരങ്ങൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഒന്നാമത് തങ്ങളുടെ റബ്ബിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ റബ്ബ് ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ഞങ്ങളെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഈ മണ്ണ് സ്വാതന്ത്ര്യത്തോടുകൂടി ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ പിതാക്കന്മാർ പൈതൃകമായി ജീവിച്ചു പോന്നിട്ടുള്ള, ഞങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ഈ വീടുകളും ഈ മണ്ണും ഞങ്ങളിൽ നിന്ന് അക്രമമായി പിടിച്ചെടുക്കാൻ വരുന്നവർക്ക് മുമ്പിൽ സത്യത്തിൻ്റെ മാതൃകകളായി, ക്ഷമയുടെ മാതൃകകളായിക്കൊണ്ട് രക്തസാക്ഷ്യം വഹിക്കുന്ന, രക്തസാക്ഷ്യം, മക്കളുടെ രക്തസാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെയും ഉപ്പമാരെയും, മരിച്ചു വീഴുന്നതായ യുവാക്കളെയും പിഞ്ചോമന മക്കളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വത്തിന്, ഷഹാദത്തിന് കൊടുത്തുകൊണ്ട് മാതൃകാപരമായി കൊണ്ടുള്ള ക്ഷമ എന്ത് എന്ന് ലോകത്തിനെ അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അവകാശങ്ങൾ ലഭിക്കുവാൻ വേണ്ടി. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെ ഈമാനിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമൂഹം ആയിരങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ മുമ്പിൽ മൗനമാണ്. നിസ്സഹായരായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള നന്മ നിറഞ്ഞ ചെറിയ ന്യൂനപക്ഷമല്ലാതെ ഭരണം നടത്തുന്ന വലിയ തമ്പുരാക്കന്മാരെല്ലാം ഇത് കാണാത്ത പോലെ നടക്കുകയാണ്. പക്ഷെ നമ്മളറിയണം, ഈ രക്തസാക്ഷ്യം ഒരിക്കലും വെറുതെയാവുകയില്ല. ഈ രക്തസാക്ഷിത്വത്തിലൂടെ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, ഓരോ സഹോദരിയും, ഓരോ യുവാവും, ഓരോ വൃദ്ധനും ഒരാളും തന്നെ അവരുടെ ജീവിതം വെറുതെയാക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദർശരംഗത്ത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞ വാക്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നന്മ നിറഞ്ഞ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുവാനും ആ മാർഗത്തിൽ സഹകരിച്ചുകൊണ്ട് നന്മയുടെ ഒരു നാടായിക്കൊണ്ട് നമ്മുടെ നാടിനെ മാറ്റുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം നന്മയുടെ മാർഗത്തിൽ അള്ളാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഇതിനു വേണ്ടി സേവനം ചെയ്തിട്ടുള്ള എല്ലാ മഹത്തുക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക ഗഫൂറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.